ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരിടത്തും സർവീസ് ചട്ടം ലംഘിച്ചിട്ടില്ല. അപ്പോൾ സർവീസ് ചട്ടത്തിൻ്റെ അതിര് വിട്ടിട്ടില്ല ഈ പോസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി എന്താ പറയുന്നത്, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നയാളാണെന്ന്, അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് നിരവധി ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യനിർവഹണം നടത്തിയ പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിട്ടും കോവിഡ് കാലത്ത് പ്രവർത്തനം നടത്തിയും അതേപോലെ വിഴിഞ്ഞത്ത് CEO ആയിട്ട് പ്രവർത്തിച്ചും പരിചയമുള്ള ദിവ്യ എസ് തോന്നിയാൽ അതിൽ ആർക്കാണ് ആക്ഷേപമുള്ളത്? ഇനി താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് ആസ് ദി അറ്റ്മോസ്റ്റ് റെസ്പെക്ട്. എനിക്ക് പരമാവധി ബഹുമാനം തന്നതിൽ നന്ദിയുണ്ട്. an art that is getting endangered in power corridors across the globe. ലോകമെമ്പാടും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബഹുമാനം തന്നു എന്ന് പറയുന്ന ബഹുമാന പുരസ്സരം നിങ്ങളുടെ സഹപ്രവർത്തകരോട് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കലയാണ് യഥാർത്ഥത്തിൽ KK രാഗേഷ് എന്ന് പറയുന്ന CMൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫായ പേഴ്സണൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തനിക്കുണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ഇതിൽ ആർക്കാ ഇത്ര പൊള്ളേണ്ടത്? എന്തിനാ ഇത്ര പൊള്ളുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫായി പോയി. അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിപ്പോയി.